ആരാധിക്കുന്നു. പ്രവാചകന്മാർ ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. അപ്പസ്തലന്മാർ ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. തിരുസഭയുടെ ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്ന വലിയ ബോധ്യം ഉണ്ടാകണം. ലോകത്തിന്റെ പല ഭാഗങ്ങളില് ദിവ്യകാരുണ്യ അനുഭവം നടന്നിട്ടുണ്ട്. കത്തോലിക്ക തിരുസഭയില് 100-ൽ പരം ദിവ്യകാരുണ്യ അനുഭവം നടന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും ദിവ്യകാരുണ്യ അനുഭവം നടന്നും അറിയാം. കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂര് ദേവാലയത്തില്, ക്രിസ്തുരാജ ദേവാലയത്തില് തോമസ് പതിക്കുന്ന വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ യേശുവിന്റെ രൂപം, തിരുമുഖം വ്യക്തമായി തെളിയാനിടയായി. ഇത്രയും വർഷങ്ങളായിട്ടും ഇന്നും അതുപോലെ വ്യക്തമായ രീതിയിൽ യേശുവിന്റെ തിരുമുഖം തെളിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ അത്ഭുതം യേശുവിന്റെ തിരുമുഖം വ്യക്തമായി തിരുവോസ്തി തെളിഞ്ഞത്. നമ്മളൊരേ ആ ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മെ പാലിക്കുന്ന വലിയ ബോധ്യം ഉണ്ടാകണം. നമ്മളെല്ലാം അറിയുന്ന കർത്താവിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഒരുപാട് വേദനകളുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. കലങ്ങി മറിഞ്ഞ അന്തരീക്ഷമാണ്. അസ്വസ്ഥമായിരിക്കുന്ന മനസ്സും ഹൃദയവുമാണ് നമുക്കുള്ളത്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ്. ജീവിക്കണമോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ, ആത്മഹത്യ ചെയ്താലോ ചിന്തിക്കുന്ന അവസ്ഥ, കടം വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഒഴുകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. എല്ലാം സമർപ്പിക്കാം നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക്. എല്ലാ വേദനകളും ഈശോ സമർപ്പിക്കാം. ചെറുതും വലുതുമായ വേദനകള്, നിങ്ങളുടെ വേദന നിങ്ങൾക്ക് വലുതാണ്, അത് സമർപ്പിക്കാം. അതിനാ പ്രിയമുള്ളവരെ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ വേദനകള് എല്ലാം ഈശോ സമർപ്പിച്ചാലേ ഈശോ സ്വീകരിക്കുകയുള്ളൂ. ഈശോ സ്വീകരിക്കണം, കൊടുക്കണം, വിട്ടുകൊടുക്കുക പൂർണ്ണമായി. ഈശോയ്ക്ക് സമാധാനം തരും ഈശോ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ്, സന്തോഷവും സമാധാനവും. ഈശോയ്ക്ക് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ ആർക്കും തന്നെ സന്തോഷവും സമാധാനവും തരാൻ കഴിയില്ല പൂർണ്ണമായിട്ടും. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ അതിനുവേണ്ടി തന്നെയാണ്, സന്തോഷവും സമാധാനവും തരാൻ വേണ്ടി. ഇവിടെ യേശുവിന് സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാം. കർത്താവിനെ ആരാധിക്കുമ്പോൾ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ആര് കർത്താവിനെ ആരാധിക്കുന്നുവോ അവർക്ക്
യേശുവിന് സന്തോഷവും സമാധാനം ലഭിക്കും. നമ്മുടെ കടമയാണ് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത്. ഈ നിമിഷം നമ്മൾ കർത്താവിനെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടുകൂടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. മുഴുവനോടും മനസ്സോടുകൂടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കുമ്പോഴാണ് ചങ്ങല പൊട്ടുകയുള്ളൂ, കാരാഗൃഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയുള്ളൂ. നമ്മളൊരു ആരാധിക്കുന്നതായി മാറാം. നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഒരേ ആത്മാവോടുകൂടി കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് സ്വർഗം വിട്ട് ഇറങ്ങി വരും. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവളെന്റെ പ്രിയപുത്രി, ഇവിടെ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് സ്വരം ലഭിക്കാൻ സാധിക്കും. എല്ലാം ഒന്നുചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ. ഈ പ്രപഞ്ചം മുഴുവൻ കർത്താവിനെ ആരാധിക്കുകയാണ്. നമ്മളെക്കാളെല്ലാം ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന ഈ പ്രപഞ്ചങ്ങൾ നമുക്കും ആരാധിക്കാം. എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഒരു ഗാനം ആലപിച്ചുകൊണ്ട് കൈയടിച്ച് ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ